ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട്. എണീച്ച് നേരെ ഞാൻ പല്ല് തേക്കുന്നതിന് മുന്നേ ഞാൻ ചായ കുടിക്കും ഗായ്സ്. ചായയല്ല, പാല്. എന്താണെങ്കിലും ഞാൻ രാവിലെ പല്ല് കുടിക്കുന്നതിന് മുന്നെയാണ് കുടിക്കാറ്. എനിക്കറിയാൻ പാടില്ല എന്താ അങ്ങനെയെന്ന്. അപ്പം ഇതിനകത്ത് മുട്ടയൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, നോർമൽ പാലായിരുന്നു അച്ഛമ്മ അന്ന്. പാലിനകത്ത് പഞ്ചാര ഇല്ലായിരുന്നു, അതാണ് എൻ്റെ മുഖത്തൊരു വൈറ്റ് ക്ലബ്ബ്. സാരമില്ല. അതുകൊണ്ട് ഞാൻ ആ ചാലെന്ന് എൻ്റെ പൊന്നാ ആ പാല് മൊത്തം കുടിച്ചു കേട്ടോ. ഞാൻ എന്താണ് ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. നമുക്ക് ചില സ്ഥലത്തോട് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് വല്ലാത്തൊരു സുഖം കിട്ടത്തില്ലയോ? അതുപോലെ എനിക്ക് എപ്പോഴും ഉണ്ട്. അങ്ങനെ ഞാൻ ആ സ്ഥലത്തോട്ട് നോക്കിയപ്പോൾ എൻ്റെ കണ്ണിന് ഭയങ്കര സുഖം കിട്ടി. അങ്ങനെ ഞാൻ അത് കുടിച്ച് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മളിന്ന് രാവിലെ എണീച്ചു. രാവിലെ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ പല്ല് കേൾക്കാൻ പോവാം. പല്ല് ഉറങ്ങാൻ കിടന്ന് ഇവളെ ഞാൻ ഇവളെ തട്ടിക്കുത്തി എണ്ണിപ്പിച്ചിട്ടുണ്ട്. ഇവളെ എണ്ണിച്ചില്ലായിരുന്നു കഴിച്ച്. ഞാൻ ഒറ്റയ്ക്ക് പല്ലേക്കുന്നത് എനിക്ക് അൺസൈക്കബിളാണ്. ഞാൻ അവളെ വിളിച്ചെണ്ണിച്ച്. അവളെ കാണുമ്പോൾ കുടുംബയെ കണക്കുണ്ട്. കുടുംബിന്നല്ലേ കുടുംബീന്ന് കുമ്പിടി കൊള്ളു. ഓക്കെ ഗൈസ്, പല്ല് വെച്ചിട്ട് വരാം. പല്ല് വെച്ച് കുളിക്കാനൊന്നും വയ്യ. കുളിക്കുന്നൊക്കെ പിന്നെ ആവാം. ഇന്നും കുളിക്കരുതെന്നാ ഇത് വലിയ മഹാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പല്ല് വെച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പല്ല് തേപ്പെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാൻ പോകണം. എൻ്റെ പല്ലിപ്പ് കഴിഞ്ഞിട്ട് വൃത്തിട്ടുള്ള പല്ലിപ്പ് ഇതുവരെ കഴിഞ്ഞില്ല. ഒരച്ചരിച്ചതിപ്പം ഒരച്ചരിച്ചതിപ്പോൾ വെളുക്കുന്ന തേയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. ഈ നല്ല ഞൊട്ടി കോഴി കണക്കിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇനി ഞാൻ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി എന്നാലും ഒന്നുകൂടെ ഒന്ന് കഴുകി തിന്നാൻ പോയിരിക്കട്ടെ. രാവിലെ ഉപ്പുമാങ്ങയായിരുന്നു ഗൈസ്. ഉപ്പുമാങ്ങയും മീൻചാറും. മീൻചാറല്ല, കഷ്ണം ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. പിന്നെ ഇത് വേണ്ടാന്നാണ് പറഞ്ഞാൽ അച്ചമ്മയുടെ നല്ല വഴക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ വളരെ സങ്കടത്തിൽ, എൻ്റെ ചങ്ക് പൊട്ടുന്ന വേദന നിങ്ങൾ കാണുന്നില്ലയോ? ആ വേദനയിൽ ഞാൻ ആ ഉപ്പുമാവ് അവിടെ നിന്ന് തിന്ന്. അതും കുറേ മണിക്കൂറെടുത്താണ് തിന്ന്. കുറേ മണിക്കൂറല്ല, ഏകദേശം 1 മണിക്കൂർ എടുത്ത് കാണും. പതുക്കെ ഇരുന്ന് അയവറക്കുന്ന പോലെ തിന്ന് നിർത്താൻ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10:30-11 മണിയായപ്പോഴത്തേക്കും ഞാൻ പിന്നെയും പഴങ്കഞ്ഞി കഴിച്ച്. പഴങ്കഞ്ഞി ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ നോർമലി കഴിക്കുന്നതിൽ കൂടുതലുണ്ടായിരുന്നു. എന്നിട്ടും അച്ചമ്മയെ പേടിച്ച് ഞാൻ അത് കഴിച്ച് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിച്ചപ്പോഴത്തേക്ക് കല്ല് വരൂ, നമുക്കൊരു തത്തയെ കിട്ടി, അതിനെ സൂക്ഷിക്കണമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയപ്പോൾ കാണാം ആ തത്തയ്ക്ക് വയ്യാന്ന് പറഞ്ഞാൽ അതിന് 2 കാലിലും എണ്ണിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഞാനാണ് ഇങ്ങനെ ഇവിടുത്തെ ഡോക്ടർ ഞാനാണ് ഇവിടെ ഉള്ള കിട്ടുന്ന സാധനത്തെ എല്ലാം പരിപാലിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് നേരെ കുറ്റിമ്പറിച്ച് ഇങ്ങോട്ട് പോരുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്ത് ഞാൻ പഴമൊക്കെ കൊടുത്ത്. ഇത് 2 കാലിലും ബലമുണ്ട്, പക്ഷെ അതിന് നേരെ നിൽക്കാൻ പാടില്ല. എനിക്കറിയത്തില്ല ഇതിനെ കൊടുക്കുന്നതെന്ന്. ഇത് തത്തയാണ്. അപ്പം ഞാൻ ഇതിന് പഴവും ഒക്കെ കൊടുത്തു നോക്കിയായിരുന്നു. പക്ഷെ അത് കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചാൽ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ്. നമ്മളെ വായി കുത്തിക്കയറ്റി വെച്ച് കൊടുത്താലും അത് തുപ്പിക്കളയും. കണ്ടോ, ഞാൻ ഇത് നുള്ളിപ്പിച്ച് കൊടുത്തതാണ്. എന്നിട്ടത് കുറേ തുപ്പിക്കളഞ്ഞ് കുറച്ചൊക്കെ ഇറക്കി. അതുകൊണ്ട് പിന്നെ തിനയുണ്ട്. നമുക്കിവിടെ ലവ് ബേർഡ്സ് ഉള്ളതുകൊണ്ട് അതിൻ്റെ തിനയുണ്ടായിരുന്നു. അതും കൊടുത്തു നോക്കി, അതും തിന്നുന്നില്ല. പിന്നെ പാലും വെള്ളമൊക്കെ കൊടുത്തു നോക്കി, അതും തിന്നുന്നില്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം മുഴുവൻ. അപ്പോൾ ഇനി നാളെ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കണം. എന്തുവാ പ്രശ്നമെന്ന് അറിയണമല്ലോ. നമ്മുടെ കയ്യിലിരുന്ന് കാണാൻ മരിച്ചു പോയാൽ പിന്നെ അതിലും വലിയ സങ്കടവും. അതുകൊണ്ട് നാളെ രാവിലെ ഇതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ ആയിരിക്കും കുറച്ച് ദിവസം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തിരിച്ച് പോകണം എന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും ഇനി അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നത് വരെ ബൈ.